എവിടെ മത്സരിച്ചാലും തിരഞ്ഞെടുപ്പ് പ്രചാരണം തൻ്റേത് മാത്രമാക്കി മാറ്റാൻ ഗുരുവായൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണനോളം മിടുക്ക് കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും ഇല്ല. ഒന്നും പറ്റിയില്ലെങ്കിൽ പാട്ടിനൊപ്പം 2 സ്റ്റെപ്പ് വെച്ചിട്ടെങ്കിലും ഗോപുവേട്ടൻ വൈറലാകും. ഇത്തവണയും പതിവ് തെറ്റിയില്ല. ഗുരുവായൂരിൽ ഓളമുണ്ടാക്കിയത് ഗോപാലകൃഷ്ണൻ്റെ പോസ്റ്ററുകളും പ്രസ്താവനകളും തന്നെ. പ്രചാരണത്തിനിടെ സോഷ്യൽ മീഡിയയിൽ സ്ഥാനാർത്ഥി പങ്കുവച്ച പല പോസ്റ്ററുകൾക്കും താഴെ ബി.ജെ.പി. പ്രവർത്തകരിട്ട കമൻറ്റ് ഈ ഇലക്ഷൻ ഗോപാലകൃഷ്ണൻ തൂക്കി എന്നാണ്. സംഗതി വാസ്തവമാണ്. പറഞ്ഞത് ഗംഭീരമായി എന്ന് ബി.ജെ.പിക്കാർ കൈയടിക്കുമ്പോൾ പച്ച വർഗീയത വിളമ്പി വോട്ട് പിടിക്കാൻ ശ്രമിച്ചു എന്നാണ് ഗോപാലകൃഷ്ണനെതിരായ പ്രധാന വിമർശനം. ഗുരുവായൂരിന് ഒരു ഹിന്ദു എം.എൽ.എ. എന്തുകൊണ്ടില്ല എന്ന ചോദ്യത്തെ ഹൈക്കോടതി പോലും വിമർശിച്ചു. എന്നിട്ടും ഗോപാലകൃഷ്ണൻ കുലുങ്ങിയില്ല. ആ പ്രസ്താവനയിൽ ഉറച്ചു നിന്നു. മാത്രമല്ല 1977 മുതൽ ഗുരുവായൂരിൽ തിരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാരുടെ പേരുകൾ ഉൾപ്പെടുത്തിയ ബോർഡ് സ്ഥാപിച്ച് ഗോപാലകൃഷ്ണൻ വീണ്ടും വെടിപൊട്ടിച്ചു. നിങ്ങൾ കാണുന്നില്ലേ ഗുരുവായൂർ എം.എൽ.എമാർ എന്നൊരു ചോദ്യവും അരികിൽ ചായ കുടിച്ചു നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ ചിത്രവും. ഗോപാലകൃഷ്ണനും ഫ്ലക്സും വീണ്ടും വിവാദമായി. ബി. ഗോപാലകൃഷ്ണൻ ഇക്കുറി കൊടുങ്ങല്ലൂരിൽ മത്സരിക്കുമെന്നായിരുന്നു ധാരണ. പെട്ടെന്നാണ് പാർട്ടി തീരുമാനം മാറ്റിയത്. അതുവരേക്കും കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചായിരുന്നു ഗോപാലകൃഷ്ണൻ്റെ പ്രവർത്തനവും. പാർട്ടി ഗുരുവായൂരിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അല്പം വിഷമത്തോടെയാണ് ഏറ്റെടുത്തത്. എന്നാൽ ഗുരുഭവനപുരിയായ ഗുരുവായൂരിൽ പ്രചാരണത്തിൻ്റെ അജണ്ട സെറ്റ് ചെയ്യാൻ ഗോപാലകൃഷ്ണൻ സെക്കൻഡ് കൊണ്ട് സാധിച്ചു. ഗുരുവായൂരിൽ എന്തുകൊണ്ട് ഒരു ഹിന്ദു എം.എൽ.എ. ഉണ്ടാകുന്നില്ല എന്ന വിവാദ പ്രസ്താവനയോടെ കളം പിടിച്ചു. ഹൈക്കോടതി വരെ വിമർശിച്ചിട്ടും തൂക്കിക്കൊന്നാലും പറഞ്ഞത് പിൻവലിക്കില്ല എന്ന് ഗോപാലകൃഷ്ണൻ ചാനലുകൾക്ക് മുന്നിൽ ആവർത്തിച്ചു. വാസ്തവത്തിൽ ഗോപാലകൃഷ്ണൻ എന്ത് നിശ്ചയിച്ചുവോ അത് നടക്കുകയാണ് ഉണ്ടായത്. ക്ഷേത്ര നഗരം കേന്ദ്രീകരിച്ചുള്ള നിയോജക മണ്ഡലത്തിലെ ഹിന്ദു വോട്ടർമാരെ ലക്ഷ്യം വെച്ചുള്ള പ്രസ്താവന കുറിക്കുകൊണ്ടു. ആ ധൈര്യത്തിലാണ് ഗുരുവായൂരിനെ തെക്കിൻ്റെ വാരണാസിയാക്കി മാറ്റുമെന്നുള്ള രണ്ടാമത്തെ പ്രസ്താവന. സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ ഗുരുവായൂരിൽ ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് സുരേഷ് ഗോപി വിജയിച്ച 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ്. അന്ന് ഗുരുവായൂർ ഒഴികെ മറ്റാറ് മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്കായിരുന്നു ലീഡ്. എങ്കിലും ഗുരുവായൂരിൽ 45,049 വോട്ട് സുരേഷ് ഗോപി നേടി. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കിട്ടിയത് വെറും 9,306 വോട്ട്. എന്നാൽ 2016 നിവേദിത സുബ്രഹ്മണ്യൻ മത്സരിച്ചപ്പോൾ അത് 25,490 കുത്തനെ ഉയർന്നു. ബി. ഗോപാലകൃഷ്ണൻ മത്സരിക്കുമ്പോൾ അത് ഇനിയും കൂടും. ഒരു കാലത്ത് മുസ്ലിം ലീഗിൻ്റെ കുത്തകയായിരുന്ന ഗുരുവായൂർ 2006 മുതൽ CPM-ൻ്റെ ചുവപ്പൻ കോട്ടയാണ്. 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. 2026 മത്സരിക്കുന്ന സിറ്റിംഗ് എം.എൽ.എ. കൂടിയായ NK അക്ബർ. മുഖ്യ എതിരാളി മുസ്ലിം ലീഗിലെ CH റഷീദ്. ഇവരെ മറികടന്ന് ജയിക്കാനാകുമെന്ന പ്രതീക്ഷ എന്തായാലും ഗോപാലകൃഷ്ണനും ബി.ജെ.പിക്കുമില്ല. എന്നാൽ ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ ഇട്ടുപോകുന്ന കനൽ അവിടെ നീറി നീറി കത്തും. ഉള്ളിൽ ഹിന്ദുത്വയെ താലോലിക്കുന്ന ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ചിലരും അത് ശരിയാണല്ലോ, ഗുരുവായൂരിനൊരു ഹിന്ദു എം.എൽ.എ. വേണ്ടതല്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ചോദ്യം ചർച്ചയാവുക എന്നത് തന്നെയാണ് ബി.ജെ.പിയും ബി. ഗോപാലകൃഷ്ണനും ഉദ്ദേശിച്ചതും. എന്നാൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ പ്രസ്താവനകളെ ജനം പൂർണ്ണമായും തള്ളിക്കളയുമെന്നാണ് CPM-ൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രതികരണം. മാത്രമല്ല ഇതിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും എന്നും ഇരു മുന്നണികളും വിശ്വസിക്കുന്നു. എന്തായാലും ബി. ഗോപാലകൃഷ്ണൻ്റെ വാക്കുകളിലെ നെല്ലും പതിരും വേർതിരിക്കേണ്ടത് ഗുരുവായൂരിലെ വോട്ടർമാരാണ്. അതവർ ഏപ്രിൽ 9 കൃത്യമായി നിർവഹിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.